ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളൊക്കെ പലതരത്തിലുള്ള ജൂബിലി ആഘോഷിക്കുന്നവരാണ്. വിവാഹ ജൂബിലി, സന്യസ്ത ജൂബിലി, പൗരോഹിത്യ ജൂബിലി, സ്ഥാപനത്തിന്റെ ജൂബിലി എന്നൊക്കെ. അതുപോലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 സാധാരണ ജൂബിലിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരിക്കുന്ന പഠന സഹായ പുസ്തകമാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത്. ഇതിലെ 4ാമത്തെ അധ്യായമാണ് കുടുംബത്തിലെ പ്രാർത്ഥന. കുടുംബമാണ് ഒരു വ്യക്തിയെ പ്രാർത്ഥനയുടെ ആദ്യ ചുവടുകൾ പഠിപ്പിക്കുന്നത്. കുടുംബം പ്രാർത്ഥനയുടെ ഇടമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ സ്നേഹത്തിന്റെ ആനന്ദം എന്ന ഉദ്ബോധനത്തിൽ ഇങ്ങനെ പങ്കുവെക്കുന്നു: കുടുംബ പ്രാർത്ഥനയിലെ നിമിഷങ്ങളും അനുഷ്ഠാനങ്ങളും മതബോധന ക്ലാസുകളേക്കാൾ മെച്ചമാണ് സുവിശേഷവൽക്കരണത്തിന്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പങ്കുവയ്ക്കുന്നു: കുടുംബത്തിൽ ജനിക്കുന്ന ഒരു മനുഷ്യൻ വിദ്യാഭ്യാസത്തിലൂടെ ക്രമേണ മനുഷ്യ സമൂഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ ജ്ഞാനസ്നാനം വഴി കത്തോലിക്ക വിശ്വാസത്തിലേക്കും ദൈവത്തിന്റെ കുടുംബമായ സഭയിലേക്കും പ്രവേശിക്കുന്നു. ഈ പുസ്തകത്തിൽ പരിശുദ്ധ പിതാവ് കുടുംബ പ്രാർത്ഥനയിലെ 4 അനുകരണീയമായ നിമിഷങ്ങളെക്കുറിച്ച് പങ്കുവെക്കുന്നുണ്ട്. സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അമൂർത്തമായ സങ്കല്പമല്ല, മറിച്ച് സ്വർഗീയ പിതാവിനോട് മക്കൾ എന്ന രീതിയിൽ സ്വതന്ത്രമായി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2ാമത്തെ അവസരമാണ് ദിവസത്തിലെ ആരംഭത്തിലും അവസാനത്തിലും പ്രാർത്ഥിക്കുക എന്നുള്ളത്. അവിടെ രോഗികളായി കഴിയുന്ന ബന്ധുക്കൾക്ക് വേണ്ടിയും നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ, ത്രിത്വസ്തുതി, കർത്താവിന്റെ മാലാഖ, ജപമാല, കരുണയുടെ ജപമാല എന്നീ പ്രാർത്ഥനകൾ വഴി കർത്താവുമായുള്ള കൂടുതൽ ബന്ധത്തിലേക്ക് ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കും. 3ാമത്തെ അവസരമാണ് ഞായറാഴ്ചത്തെ പ്രഭാത പ്രാർത്ഥന എന്ന് പറയുന്നത്. സുവിശേഷത്തിലെ ഒരു ഭാഗം വായിച്ചുകൊണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് ഞായറാഴ്ചത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു: ദൈവവചനം സ്വീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തീയ കുടുംബം തന്റെ പ്രവാചക ദൗത്യം തുടരുകയാണ്. നാം കേട്ട ഓരോ കാര്യങ്ങളും അത് വിശദീകരിച്ചു കൊടുക്കാൻ രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കണം. അനുദിന വിശുദ്ധരെ കുറിച്ച് വായിച്ചുകൊണ്ട് അവരുടെ മാധ്യസ്ഥ യാചിക്കുന്നത് ഒത്തിരി സഹായകമായിരിക്കും. ഇതുപോലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്നുകൊണ്ട് കുടുംബങ്ങളെ നമുക്ക് പ്രാർത്ഥനയുടെ വിളനിലമാക്കി മാറ്റാം. ദൈവം അനുഗ്രഹിക്കട്ടെ.